എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി, പഞ്ഞിപ്പുല്ല്, ഈ മുത്താറി എന്ന് പറയുന്ന ഇതിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ കിടലിനൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ചൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കിടൽ റെസിപ്പിയാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ റാഗി കഴിക്കാൻ കുറച്ച് പേർക്കെങ്കിലും മടിയുള്ളവർ കാണും. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പോഷക ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഒരു റാഗി. അതായത് ഞാനിവിടെ ഒരു ബൗൾ റാഗിയുടെ പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചിരിക്കുന്ന ഒരു ബൗൾ റാഗി. മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി, കാരണം അതിനാണ് ഗുണവും രുചിയും കൂടുതൽ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കപ്പയ്ക്ക, പച്ചക്കപ്പയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടുവളപ്പിലുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ, ചുമന്നുള്ളി ഒഴികെ. അന്നേരം കറിവേപ്പിലയാണ് എടുത്തേക്ക്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഒരു 3-4 തണ്ട് കറിവേപ്പില മതി. ഇതിപ്പോൾ നല്ലതുപോലെ ഒരാൾക്ക് 2 നേരം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ചീരയാണ്, പച്ചച്ചീര. 2 തണ്ട് ചീര എടുത്തിട്ടുണ്ട്. അതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വിഷമടിക്കാത്ത നല്ല ഗുണങ്ങളേറെയുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ. പിന്നെ മുരിങ്ങയില മിക്ക വീടുകളിലുമുള്ള കാര്യമാണ്. ഒരു 3 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നമ്മളൊരു കുഞ്ഞു ബൗൾ റാഗിപ്പൊടിക്കാണ് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താം. അന്നേരം ഇത്രയും നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. മുരിങ്ങയിലയൊക്കെ അത് ആ ഒരു തണ്ടിൽ നിന്ന് പിച്ചെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നമ്മുടേതായ ഒരു ഇഷ്ടത്തിന് ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ തയ്യാറാക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊടിയിൽ മിക്സ് ചെയ്തുണ്ടാക്കാം. അതുമല്ലെങ്കിൽ നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രം നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗൾ റാഗിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ചെറിയ തീയിലിട്ടിട്ട് ആ ഒരു റാഗി പൗഡർ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. അതിനൊരു റാഗി നല്ലപോലെ വറന്ന് വന്നെന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മണം വരും. ആ ഒരു സമയമാകുമ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഇത് നല്ലപോലെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഷുഗറിൻ്റെ ശത്രു തന്നെയാണ് റാഗി എന്ന് പറയാം. കാര്യം അത്രയേറെ ഗുണങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഇത് കഴിക്കുന്നതുകൊണ്ട് ഷുഗറൊക്കെ നല്ലതുപോലെ കുറയും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും അമിതവണ്ണം, അതുപോലെ ഉറക്കം കുറവുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് റാഗി. റാഗി എന്ന് പറയുമ്പോൾ കുറുക്ക് മാത്രമല്ല, നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരുപാട് വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കാരണം ആ ഒരു പാത്രം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. മുമ്പേ പറഞ്ഞ പോലെ ഇത് വഴറ്റാതെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയറാണ്. ചെറുപയർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. വൻപയർ വേണമെങ്കിൽ വൻപയർ, അല്ലെങ്കിൽ കടല, അങ്ങനത്തുള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം നല്ലപോലെ ആ ഒരു എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുതിർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ അത് നല്ലപോലെ വെന്തും കിട്ടും, വറന്നും കിട്ടും. ഇതിനു മുമ്പ് നമ്മൾ ചെറുപയറും റാഗിയും ഉലുവയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തേനകത്ത് ഉലുവയൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നല്ല രുചികരമായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് ആ ഒരു ചെറുപയർ വറന്നു വന്നതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക രുചിയാണ് ഇതൊക്കെ വഴറ്റിയിട്ടൊന്ന് ചെയ്യുന്ന സമയത്ത്. റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയേറെ ഗുണങ്ങളാണ്. അന്നേരം ഇതിലേക്ക് നമ്മൾ കപ്പയ്ക്ക, നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇവയെല്ലാം. ഇതിൽ പുതുമകളായിട്ടൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. അന്നേരം കപ്പയ്ക്ക അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അന്നേരം അതിലേക്ക് പച്ചമുളക്, അതുപോലെ തന്നെ 2 തണ്ട് ചീര, ഒരു ചെറിയ 2 തണ്ട് ചീര അതും അരിഞ്ഞേക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ട ചേരുവ കറിവേപ്പില മറക്കരുത്. ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയും കൂടാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടുവളപ്പിലുള്ള കാര്യങ്ങളാണ്. ഒട്ടും തന്നെ വിഷാംശം ഇല്ലാത്തതുമാണ്. കാരണം ഇവയെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്ത് പോകണം എന്നൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അന്നേരം ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം അല്ലെങ്കിൽ നമുക്ക് രാവിലെ കാപ്പി ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി. ഇതിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അന്നേരം ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, അല്ലെങ്കിൽ ബീൻസ് ചേർക്കാം, ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല. ആ ഇലകളൊക്കെ വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ പാത്രം കഴുകുന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ അളവെടുത്തിരിക്കുന്ന ആ ഒരു ബൗളുണ്ടല്ലോ, റാഗിപ്പൊടി അളവെടുത്ത ആ ബൗളിന് 2 ബൗൾ വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോ അല്ലെങ്കിൽ തണുത്തായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. അന്നേരം ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റാഗിയുടെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേറെ ഒരു പൊടി നമ്മൾ ചേർക്കുന്നില്ല, റാഗിപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. അന്നേരം റാഗി നമ്മൾ കുറുക്കായിട്ട് കഴിക്കുമ്പോൾ 1 സ്പൂൺ മാത്രമേ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുള്ളൂ. പക്ഷേ ആ കുറുക്കൊന്നും അത്ര കണ്ട് കഴിക്കാൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഈ രീതിയിൽ തയ്യാറാക്കുമ്പം എല്ലാവർക്കും നല്ല ടേസ്റ്റോടു കൂടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അന്നേരം നല്ല പോലെ കട്ട കെട്ടാണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാനും വേണ്ടി. ഇതിലേക്ക് ഞാനിപ്പം എണ്ണ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യ് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇത് നല്ലപോലെ കട്ട കെട്ടാണ്ട് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർക്കാത്തതിനുള്ള കാരണം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഇലവർഗ്ഗങ്ങളിലെല്ലാം തന്നെ ലേശം എണ്ണയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും ഇനി ചേർക്കുന്നില്ല. അന്നേരം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ ജലാംശമെല്ലാം നല്ല പോലെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പം തന്നെ നല്ലൊരു അലുവയൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതും കുറച്ചും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നല്ല പോലെ ആ ഒരു ജലാംശം എല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാണ്ട് തന്നെ ഈ ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അന്നേരം ഇത് നല്ലപോലെ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മളൊരു 2 സ്പൂണ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലെ ജലാംശം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. അന്നേരം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ കറക്റ്റ് പാകമാണോ എന്ന് ഒന്നും കൂടെ നമുക്ക് അറിയാനും വേണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് പാകമായെന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതിനകത്ത് നമ്മളിനി എണ്ണയോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട. ഇനി ഇത് നല്ലപോലെ നമുക്ക് മൂടി വെച്ചിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിനി നമുക്ക് കൈ കൊണ്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. അന്നേരം ഇത് നമുക്കിതൊന്ന് മൂടി വെക്കാം, കുറച്ച് നേരം മതി. അന്നേരം അതിന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു ചമ്മന്തി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചുമന്നുള്ളി, അതിലേക്കൊരു 3 സ്പൂണ് തേങ്ങ ചിരകിയത്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി. ഇനി ഇതിലേക്ക് ലേശം കാഷ്യൂസും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. മിക്സിയുടെ കുഞ്ഞ് ജാറെടുക്കുക. ഇതിലേക്ക് 2 ഉണക്കമുളക് പിന്നെ കാഷ്യൂസ് ചേർക്കുന്നുണ്ട്. കാഷ്യൂസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടല അല്ലെങ്കിൽ പൊട്ടുകടലയൊക്കെ ചേർക്കാവുന്നതാണ്. ഒരു വേറിട്ടൊരു രുചിയാണ്. ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ തേങ്ങ ചിരകിയതാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് വേണ്ട ഉപ്പും ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസായിട്ടുള്ളൊരു ചമ്മന്തിയല്ല, എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് നല്ലപോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു പ്രത്യേക രുചിയാണ് ഇതിലേക്ക് ഈ ഒരു ചേരുവകൾ കൂടി ചേർക്കുമ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചമ്മന്തി. ഇതിപ്പോൾ ഞാൻ ഇഡലിത്തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ പീസ് വാഴയിലയും കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് തുടച്ചെടുത്തിരിക്കുന്ന വാഴയിലയാണ്. അതിലേക്ക് നമ്മൾ ലേശം എണ്ണയൊന്ന് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും വേണ്ടി. ആവിയിൽ വേവിക്കുന്ന എന്ത് ആഹാര സാധനത്തിനും അതിൻ്റെ ഗുണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. അതിനിത് നമുക്ക് ആവിയിലും വേവിച്ചെടുക്കാൻ പറ്റും, അതല്ലാണ്ട് നമുക്ക് ദോശക്കല്ലിലും ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും നമുക്ക് ഉരുട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ പരത്തിയെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ വറുത്ത് വന്ന സമയത്തും അതുപോലെ തന്നെ ഇതാ ഒരു വെള്ളത്തിലിട്ട് വേവിച്ച സമയത്തും ഈ ഒരു റാഗി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ആവി വന്നാൽ മാത്രം മതി, വേവേണ്ട ആവശ്യമില്ല. അന്നേരം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അന്നേരം
ചൂടായ വെള്ളത്തിന് മുകളിലോട്ട് നമ്മൾ ഈ ഒരു ഇഡലി തട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ആവി വന്നാൽ മാത്രം മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. അന്നേരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. മുമ്പേ പറഞ്ഞ പോലെ ആവിയിൽ വേവിക്കുന്നതിൻ്റെ രുചിയും ഗുണവും ഒന്ന് വേറെ തന്നെയാണ്. അത് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. ഞാൻ വേറൊരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലയിൽ നല്ലപോലെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്ന ആ ഒരു റാഗിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഇലയുടെയൊക്കെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇത് പരത്തിയെടുക്കാവുന്നതാണ്. ഒന്ന് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. രണ്ടാമത് നമ്മൾ ദോശക്കല്ലിൽ നമുക്ക് ഇപ്പം ലൂസായിട്ടുള്ള ഒരു രീതി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ അട പോലോ അല്ലെങ്കിൽ ഓട്ടടയെന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലോട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ നാട്ടിലും ഓരോ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. എണ്ണ തേക്കാതെ നനവോടുകൂടി കൈ വെച്ചിട്ട് നമുക്കിതുപോലെ പരത്തി കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അന്നേരം ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ അധികം കട്ടിയില്ലാണ്ടാണ് പരത്തിയെടുക്കുന്നത്. അന്നേരം ഇതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഉപ്പും അതുപോലെ തന്നെ വെജിറ്റബിൾ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാമെന്ന് പറഞ്ഞല്ലോ. ഒരു ദോശക്കല്ല് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ ഭാഗത്തുനിന്ന് എണ്ണയൊന്ന് നമുക്ക് തടവി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഈ ഒരു ദോശക്കല്ലിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഓട്ടട പോലെ എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അന്നേരം രണ്ടാമത്തെ രീതി ഈ ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും രുചികരമായിട്ട് ഏതാണോ തോന്നിയിട്ടുള്ളത് ആ രീതിയിൽ ചെയ്യുക. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അന്നേരം നമ്മൾ ഇലയിൽ ഇങ്ങനെ പരത്തിയിരിക്കുന്ന ഈ ഒരു മാവ് താണ്ട് ഈ ദോശക്കല്ലിലോട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പം തന്നെ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അന്നേരം ചെറിയ തീയിലിട്ടിട്ട് ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. അന്നേരം ഈ ഒരു റാഗി പൊടിയിൽ എന്തെങ്കിലും ആ ഒരു പൊടി മാത്രമായിട്ട് ചെയ്യുമ്പോൾ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അന്നേരം രണ്ട് സൈഡ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇത് വെന്തതാണ്. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി ഈ ദോശക്കലയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അന്നേരം ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ ഇലയിൽ ഇങ്ങനെ പരത്തിയതിന് ശേഷം ദോശക്കല്ലയിൽ ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം, ഒരുപാട് സമയം ചിലവഴിക്കാണ്ട് തന്നെ. അന്നേരം നമ്മൾ നേരത്തെ അരച്ച ചമ്മന്തിയാണിത്. നല്ലപോലെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഉപ്പും എരിയും എല്ലാം ഉണ്ട്. നമ്മളിതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടി നമ്മളിതിലേക്ക് തക്കാളിയോ അല്ലെങ്കിൽ പുളിയോ ഒന്നും തന്നെ ചേർക്കാത്തതുകൊണ്ട് ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ചുകൂടെയൊക്കെ ടേസ്റ്റ് വേണം എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ കടുകൊന്നും വറുത്തൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഈ ഒരു ചമ്മന്തി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളതും ഒരു ദോശയോ ചപ്പാത്തിയോ എന്തിൻ്റെയും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ്. അത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന റാഗിയുടെ ഈ ഒരു റെസിപ്പി വളരെ സോഫ്റ്റാണ്. ഇതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ ചേർത്തിട്ട് റാഗിയും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ മാത്രമാണ് മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. അന്നേരം നല്ല സോഫ്റ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറായിട്ട് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഒരു നേരം ചോറ് ഒഴിവാക്കി എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഷുഗർ, കൊളസ്ട്രോൾ, അമിതവണ്ണമായിട്ട് ബുദ്ധിമുട്ടുന്നവർ, PCOD അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പരിധി വരെയും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അന്നേരം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ഒരു ചമ്മന്തി എന്തിനെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ല എരിയും പുളിയും ഉപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കിടിലൻ നല്ല തിക്കായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അത് ഈ രണ്ട് രീതിയിലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ കഴിച്ചാൽ മതി, ധാരാളം വയറ് നിറയാൻ. അതുപോലെ തന്നെ ഇതിലെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളുടെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുരിങ്ങയിലയാണെങ്കിലും ചീരയിലയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല കിടിലൻ ഒരു മസാല പോലുള്ള ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് റാഗി മാത്രമായിട്ട് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. റാഗിയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വിളർച്ച മാറ്റാനും അതുപോലെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഉള്ള ഒരു പരിഹാരം തന്നെയാണ് ദിവസവും നമ്മൾ റാഗി കഴിക്കുന്നത് കൊണ്ട്. അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ അപ്പം വന്നു ചേരുകയുള്ളൂ. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.